അമ്മ. നിനക്ക് ഇത്ര നേരത്തെ തൊഴിലിറങ്ങാൻ പറ്റിയോ? തിരക്കുണ്ടായിരുന്നിട്ടുണ്ടാവില്ലല്ലേ? ഇല്ലമ്മ. ദേ, എക്സാം എടുക്കാറായി. ആ ബോധം നിനക്കുണ്ടായിരിക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. ഇനി പറഞ്ഞില്ല കേട്ടില്ല കണ്ടില്ല എന്നൊന്നും പറയരുത്. നിനക്ക് നിൻ്റെ അച്ഛനെ നന്നായിട്ട് അറിയാമല്ലോ. +2 മര്യാദയ്ക്ക് എഴുതിയെടുത്താൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നിന്നെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ കെട്ടിച്ചു വിട്ടു. എൻ്റെ പൊന്നു മഹാദേവ, ഇതൊന്നും പഠിച്ചിട്ട് തലേ കയറുന്നില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും? മോളെ ഭൂമി. എന്താ ആൻറ്റി? മോളെ, ദേ ഇത് ഇത്തിരി പാലപ്പവും വേസ്റ്റ് പോവാന്നേ. നീ വന്നേ. അമ്മച്ചി, എന്റെ വണ്ടിയുടെ ചാവി എവിടെയാന്നേ? ആഹാ, ഇച്ചാൻ എന്താ പോവാൻ നിക്കുവാണ് എവിടെയെങ്കിലും? ആന്നേ മോളെ, അവൻ എവിടെയോ പോവാൻ നിക്കുവാ. ഇനി ഞാൻ പോയില്ലേ അത് മതി, എല്ലാം കൂടെ വാരി വലിച്ചിടാൻ വേണ്ടിട്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എക്സാം പാസ്സാവൂടി? ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആയാ മതി. എന്നാ ഞാൻ പോട്ടേടി, ഇത്തിരി തിരക്കുണ്ട്. അച്ഛാ, ഇതൊന്ന് പറഞ്ഞു തരുവോ? എനിക്ക് സമയമൊന്നുമില്ല. നീ സ്കൂളിൽ പോകുന്ന പഠിക്കാൻ തന്നെയല്ലേ? അതൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. നിന്റെ ഒപ്പം തന്നെയല്ലേ രവിയുടെ മോളും പഠിക്കുന്നേ. അതിന് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. അവള് ട്യൂഷനൊക്കെ പോകുന്നുണ്ട് അച്ഛാ. അതിനെന്താ, പഠിക്കുന്ന പിള്ളേര് എവിടെയായാലും എങ്ങനെയായാലും പഠിക്കും. ഇനി ട്യൂഷനും കൂടെ പോയിട്ട് അവിടെ കൂടെ പൈസ കളയാൻ വേണ്ടിട്ട് പറയുന്ന കേട്ടതൊന്നും നീ മാത്രമാണ് ലോകത്തില് മലയാളം മീഡിയം 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് +1 +2 ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന പോലെ. അത്രയ്ക്ക് പാടാണ് അതൊക്കെ മനസ്സിലാക്കാനായിട്ട്. എന്തേലും പഠിച്ചോ നാളത്തെ എക്സാമിന്? അച്ഛാ, കുറച്ചൊക്കെ പഠിച്ചു. എന്തായാലും ബുക്ക് എടുത്തിട്ട് വാ, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരാം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എല്ലാം എഴുതിയില്ലേ? അമ്മ എഴുതി. എന്നാടി അകത്ത്? നീ കരയുമായിരുന്നോ? ഇല്ല, ഞാൻ കരഞ്ഞില്ല. നല്ലതാ. ആ കണ്ണീര് ആദ്യം തുടച്ചിട്ട് അങ്ങ് പറ. അത് എക്സാം ഒന്നും എഴുതാൻ പറ്റിയില്ല. അശ്ശേ, ഇതിനാണോടി കൊച്ചു നീ ഈ കരയുന്നേ? എക്സാം ഒക്കെ വേണ്ട വരും, നാളെ പോവും, വീണ്ടും വരും, പോവും. ഇതൊക്കെ ഓർത്തിട്ടാണോ എങ്ങനെ കിടന്ന് കരയുന്നേ? അതൊക്കെ നീ വിട്ടെ. ഞാൻ ചിലപ്പോ തോറ്റുപോകും, അറിഞ്ഞൂടാ. എക്സാം വീണ്ടും വരുമല്ലോ, അപ്പൊ ഒന്ന് എഴുതിയെടുത്താ പോരെ? അല്ല, ഡെയ്സി ആൻറ്റി ചെന്നൈക്ക് പോവാന്ന് പറഞ്ഞല്ലോ. അതാണേലേ, അവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ടേ. ഒരു 5 മാസത്തേക്കാ ഇപ്പൊ പറഞ്ഞേക്കുന്നേ. ചിലപ്പോ കുറച്ച് കൂടുതൽ സമയം എടുത്തെന്ന് വരും തിരിച്ചു വരാൻ വേണ്ടിട്ട്. എന്തായി റിസൾട്ട്? എന്നാ? അതമ്മേ, ഞാൻ പാസ്സായില്ല. 2-3 പോയി. കുടുംബത്തിനപ്പോ വലിയൊരു സൗഭാഗ്യം കൊണ്ടാണല്ലോ എന്റെ മോള് വന്നത്. എന്തായാലും നന്നായി. ഇതുവരെയ്ക്കും ആർക്കും കിട്ടാത്തതായോണ്ട് കൊള്ളാം. ഇനി ഇവിടെ നിന്ന് നീ പുറത്തോട്ട് ഇറങ്ങരുത്. അച്ഛൻ, ഞാൻ വീണ്ടും എക്സാം വരുമ്പോ എഴുതി. എന്തിനാ? നീ ഇപ്പൊ അതിന്റെ കൂടെ കുറവ് മാത്രമല്ലേ ഉള്ളൂ. വേണ്ട വേണ്ട. എല്ലാം കൂടെ കേട്ടിട്ട് അവക്ക് നല്ല വിഷമമായി. പിന്നെ ഒന്നും പറയണ്ട, ഡെയ്സിയൊക്കെ ഇടയ്ക്ക് വന്ന് കണ്ട് ആശ്വസിപ്പിക്കും. അവളെ ആണെങ്കിൽ പുറത്തോട്ട് വിടുന്നുമില്ല. അങ്ങനെ കുറെ ദിവസങ്ങൾ മാഞ്ഞുപോയി. അലക്സ് ഇപ്പോഴും നാട്ടിലെത്തിയിട്ടില്ല. അവന്റെ വിവരങ്ങളെല്ലാം ഡെയ്സി പറഞ്ഞവൾ അറിയാറുണ്ട്. സുധേ, നിന്റെ മോളോട് ഒരുങ്ങി ഇറങ്ങാൻ പറ. ഒരു കൂട്ടുകാർ കാണാൻ വരുന്നുണ്ട്. ഏട്ടാ, അത് ഇത്ര പെട്ടെന്ന് വേണോ? പിന്നെ ദൂരന്നോടുള്ള ആലോചനയല്ലേ? ദൂരെന്നായാലും എവിടെ നിന്നായാലും അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. നീ ചെന്ന് ചായ എടുത്തേ. അച്ഛാ, എനിക്കിപ്പോ കല്യാണം വേണ്ട. എന്താടി അസത്തെ നീ പറഞ്ഞത്? മര്യാദയ്ക്ക് എങ്ങാനും അവിടെ ചെന്ന് നീ നിന്നാ മതി. നീ കൂടുതലൊന്നും പറയണ്ട. അവള് കുടുംബത്തിന് മോശപ്പേര് വാങ്ങിയിട്ട് പോ. പ്രസംഗിക്കാൻ വന്നേക്കുന്നു. എനിക്കിഷ്ടായി. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് കല്യാണം നടത്താം. ഭൂമി ആകെ അസ്വസ്ഥയായിരുന്നു. പുതിയൊരു ലോകം. അവൾക്ക് എല്ലാം പുതുതായി തോന്നി. വീട്ടിൽ നിന്നും ഒരുപാട് ദൂരമുണ്ട് ഇവിടെ. ഇതൊരു ചെറിയ ഗ്രാമമാണ്. തന്നെ ഒരു നോക്കുപോലും കാണാതെ പോയ കുടുംബത്തെ ഓർത്ത് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അതിനു മാത്രം എന്ത് തെറ്റാണ് താൻ അവരോട് ചെയ്തതെന്ന് അവൾ ഓർത്തു.
പെട്ടെന്നാണ് ഡോറ് തുറന്ന് അയാൾ അകത്തോട്ട് വന്നത്. ഭൂമിക അല്ലേ? എന്റെ പേര് അറിയാമോ? ഇല്ല. ഓ, ഞാൻ രഘുവരൻ. ഭൂമികയ്ക്ക് 18 വയസ്സല്ലേ? 17. ഓ, എനിക്ക് 37. അയാൾ അവളുടെ മുഖത്തേക്ക് തന്നെ മുഖം അടുപ്പിക്കാൻ ശ്രമിച്ചു. എന്തായി കാണിക്കുന്നതിനെ വിട്ടെ. ആഹാ, അതുകൊണ്ടല്ലോ നീ ഇപ്പോ എന്റെ ഭാര്യയാണ്, അത് നീ മറക്കരുത്. പ്ലീസ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നെ ഒന്ന് വിടുവോ? അയാൾ അവൾ പറയുന്നത് കേൾക്കാതെ അവളെ ബലമായി കീഴ്പ്പെടുത്തി. അവളുടെ നിലവിളി അയാൾക്ക് മധുരമുള്ള സംഗീതമായി എന്ന് തോന്നി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകണമെന്ന് അവൾക്ക് തോന്നി. തന്റെ അമ്മയ്ക്കും ഇങ്ങനെയാവോ സംഭവിച്ചത് എന്ന് അവൾ ഓർത്തു. അവൾ എഴുന്നേക്കാൻ ശ്രമിച്ചു. ശരീരമാകെ പൊള്ളലും നീറ്റലും. അവൾ വേച്ചു വെച്ച് നടന്നു. ബാത്റൂമിൽ കയറി. ഓരോ തുള്ളി വെള്ളവും അവളുടെ ശരീരത്തിൽ നീറ്റലുണ്ടാക്കി. ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. അയാളുടെ ഉപദ്രവത്തിന് ഒരു ശമനം ഉണ്ടാകാതെ അത് കൂടിക്കൊണ്ടേയിരുന്നു. ഇതാരാ? ഓ, നീയാണല്ലേ ഇയാളുടെ പുതിയ ഇറക്കുന്നത്. എന്തായാലും വിചാരിച്ചത്ര മോശമൊന്നും അല്ല. എന്താ വെച്ച് നീ നിന്റെ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഇയാളുടെ കൂടെ നിന്നെ കെട്ടിച്ചു വിടത്തില്ലായിരുന്നല്ലോ. എന്തൊക്കെയാ പറയുന്നത് എനിക്കിത് മനസ്സിലാവുന്നില്ല. ഇയാൾക്ക് ഇവിടെ കെട്ടി വേറെ ഭാര്യയും പിള്ളേരും കൊണ്ടുവച്ചേ. പിന്നെ ഞാൻ ഇയാളുടെ സൈഡിൽ കൂടെ ഉള്ള ഒരു സെറ്റപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരെണ്ണം തന്നെയാ നീയും. എന്തേ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം. ഈ ചെറിയ പെങ്കൊച്ചിനെ നിങ്ങളുടെ തലയിൽ കെട്ടി വെച്ച് തന്നിട്ടുണ്ടെങ്കിലേ ഇതിനെന്തെങ്കിലും പ്രശ്നം കാണും. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ പെറ്റതായിരിക്കും, പറയാൻ പറ്റത്തില്ല. നിങ്ങൾ സൂക്ഷിച്ചു. ഓ, ആണോടി? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിനക്ക്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പച്ചക്ക് കത്തിച്ചു കളയി രഘു. പിന്നെ അങ്ങോട്ടുള്ള അവളുടെ ജീവിതം ഒരു പരീക്ഷണമായിരുന്നു. എന്നും അയാൾ രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ അവളെ പിച്ച് ചീന്തുമായിരുന്നു. അവളുടെ നിലവിളി അതായിരുന്നു ആ വീട് മുഴുവൻ. അവൾ അവളുടെ അച്ഛനെയും അമ്മയും വിളിച്ചറിയിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരതൊന്നും വകവെച്ചില്ല. അതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞു. അവളോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറഞ്ഞു. പ്ലീസ്, നിങ്ങൾക്ക് എന്താ കിട്ടുന്ന ഇതിലൂടെ? എന്നെ ഒന്ന് വെറുതെ വിട്, എനിക്ക് വയ്യ. നിന്റെ അച്ഛനും അമ്മയും നിന്നെ പോലെ ഒരുത്തിനെ എന്റെ തലയിൽ വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. അതെന്താന്ന് എനിക്ക് അറിയണ്ടേ? പിന്നെ അയാൾ എന്നും അവളെ ഒരു പാവയെ പോലെ കെട്ടിയിട്ട് ഉപദ്രവിക്കുമായിരുന്നു. അവൾക്ക് എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാനായി അയാൾക്കെന്നും സംശയമായിരുന്നു. ദിവസങ്ങൾക്കപ്പുറം ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും അയാൾ അവളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ 18-ാം വയസ്സിൽ അവൾ തന്റെ കുഞ്ഞിന് ജന്മം നൽകി. എന്നിട്ടും അയാൾക്ക് അവളോടുള്ള സംശയം അടങ്ങിയിരുന്നില്ല. തുടർച്ചയായി അവൾ 19-ാം വയസ്സിലും 20-ാം വയസ്സിലും ഗർഭിണിയായി. അയാൾക്ക് എന്നിട്ടും അവളോടുള്ള സംശയം ഒട്ടും അടങ്ങിയിരുന്നില്ല. തുടർച്ചയായുള്ള 3 പ്രസവം അവളെ വല്ലാതെ തളർത്തിയിരുന്നു. ആ ചെറിയ പ്രായത്തിൽ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടും അവൾക്ക് കിട്ടിയിരുന്നില്ല. അവൾക്കെല്ലാം മതിയായതുപോലെ തോന്നി. അവൾ ആ 3 കൈക്കുഞ്ഞുങ്ങളെ എടുത്ത് അവളുടെ വീട്ടിലോട്ട് നടന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ടും അവൾ പൊരുതി. അവളുടെ വീട്ടിൽ അവളുടെ മാതാപിതാക്കളെ എത്രത്തോളം അവൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പാടുപെട്ടെന്ന് അവൾക്ക് മാത്രം അറിയാം. അവസാനം അവൾക്ക് എല്ലാം അടുത്തതുപോലെ തോന്നി. അവസാനം ജീവിതത്തിൽ വിജയിക്കാൻ അവൾ തിരഞ്ഞെടുത്ത മാർഗമായിരുന്നു മരണം. അപ്പോൾ അവൾക്ക് തന്റെ കുഞ്ഞുങ്ങളെ പോലും ഓർക്കാൻ സാധിച്ചില്ല. അത്രത്തോളം അവളുടെ മാനസിക നില തെറ്റിയിരുന്നു. അവൾ അന്ന് രാത്രി ആ കടൽ ലക്ഷ്യമാക്കി നടന്നു. നിനക്കതൊരു ഭ്രാന്തായോ? കാരണം പുകച്ചരണം തരേണ്ടതാ. പിന്നെ എനിക്ക് വയ്യ. ഞാൻ ഇനി ജീവിച്ചിട്ട് എന്തിനാ? എനിക്ക് ആരുമില്ല. ആരുമില്ലെന്നോ? അപ്പൊ ഞാനെന്താടി കിഴങ്ങു വല്ലതുമാണ്? നിനക്ക് എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നോ? എങ്ങനെ വിളിക്കാന്ന് വെച്ചായ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അച്ഛനും അമ്മേനെ വിളിക്കുന്നത്. അവരപ്പോ അഡ്ജസ്റ്റ് ചെയ്യുന്ന പറയും. അയാളെ ഉത്തരവ് സഹിക്കാതായപ്പോ ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങിപ്പോന്നതാ എന്റെ പിള്ളേരെ കൂടെ ഓർത്തിട്ട്. പക്ഷെ എന്നെന്തോ എനിക്ക് പറ്റാത്തതുണ്ടാ. ഈ ചായനെ വിളിക്കാനാണെങ്കിൽ എനിക്ക് അങ്ങനൊരു സാഹചര്യം കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇച്ചാനെ ഞാൻ എന്തിനാ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഇച്ചാനെ ഒരു കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കല്ലായിരുന്നു. വെറുതെ ഒരു പ്രശ്നങ്ങൾ എന്നാത്തിനെടുത്ത് വെക്കുന്നതെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ജീവിതം, കുടുംബം, തേങ്ങ മാങ്ങ തൊലി. നിനക്ക് വിളിച്ചൂടായിരുന്നോടി കൊച്ചെ? ഞാൻ വന്നേനല്ലോ. ഇച്ചാനിപ്പോ കല്യാണം കഴിച്ചില്ലായിരുന്നു. എന്തു പറ്റി? അമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ
കേസ് നടക്കുക എന്നൊക്കെ എന്താ? കേൾക്കുന്നവർക്കെല്ലാം സിനിമ കഥയല്ലോടി, അതുപോലെ തന്നെയായിരുന്നു ഏകദേശം ഒരു സിനിമ. അത് വിട്, അതങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ആരെങ്കിലും എന്തേലും പറഞ്ഞെന്ന് വെച്ച് ചാവ എല്ലാവർക്കും പറ്റുവടി, പക്ഷെ ജീവിക്കാൻ അടിപാട്. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും, എല്ലാത്തിനും. ഇപ്പൊ ജീവിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് അച്ഛന. നിങ്ങളൊന്നും വന്നില്ലായിരുന്നെങ്കിൽ നാളെ എൻ്റെ മക്കൾ അനാഥരായനെ. അവരെ കുറിച്ച് ചിന്തിക്കാനിട്ടൊന്നുമില്ല, ജീവിതം എടുത്തിട്ട. ഇപ്പൊ ജീവിക്കാൻ തോന്നുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. അതൊരിക്കലും സിമ്പതിയുടെ പുറത്തല്ല, സ്നേഹത്തിന്റെ പുറത്താണ്. എപ്പോഴും നിനക്ക് തുണയായിട്ട് ഞാനുണ്ടാവും. ഞാനും ഉണ്ടാവും ചായ.